എല്ലാ മാസവും വരും. വെളുത്ത പക്ഷത്തിലെ ഏകാദശിയും കറുത്ത പക്ഷത്തിലെ ഏകാദശിയും. വൃശ്ചിക മാസത്തിലെ വെളുത്ത പക്ഷത്തിലെ ഏകാദശിയാണ് നമ്മൾ ഗുരുവായൂർ ഏകാദശിയായിട്ട് കണക്കാക്കുന്നത്. പക്ഷെ എല്ലാ മാസവും ഏകാദശി ഉണ്ട്. അപ്പൊ ഏത് ഏകാദശി നിങ്ങൾ എടുക്കുകയാണെങ്കിലും പല ഏകാദശികളും അത് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. എല്ലാത്തിനും ഒരേ ടെംപ്ലേറ്റ് തന്നെയാണ്. ഗുരുവായൂർ ഏകാദശിക്ക് പ്രത്യേകമായിട്ട് എന്തെങ്കിലും അങ്ങനെയല്ല, കുറച്ചുകൂടെ ഗുരുവായൂരപ്പനെ സ്നേഹിക്കാം. ഗുരുവായൂരപ്പൻ എന്ന് പറയുന്ന പ്രത്യേകപ്പെട്ട ആ മൂർത്തിയെ ഒന്നുകൂടെ സ്നേഹിക്കാനുള്ള ഒരു ദിവസമായിട്ട് മാത്രം അതിന് എടുത്താൽ മതി. ഇനി എങ്ങനെയാണ് ഈ വ്രതം എടുക്കേണ്ടത്? ഏത് ഏകാദശിയാണെങ്കിലും ഇത് 3 ദിവസമായിട്ടാണ് എടുക്കേണ്ടത്. ഒന്നാമത്തത് നമുക്ക് ഏകാദശിയുടെ തലേന്ന് വരുന്ന ദശമിയും, രണ്ടാമത് ഏകാദശിയുടെ പിറ്റേന്ന് വരുന്ന ദ്വാദശിയും. ഇത്രയും ദിവസങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ നോക്കേണ്ടത്. അതിൽ ഏകാദശിയുടെ തലേ ദിവസം മുതൽ തന്നെ വ്രതാരംഭം ആരംഭിക്കുന്നു. ഏകാദശിയുടെ തലേന്നായിട്ടുള്ള ദശമി ദിവസം അതിരാവിലെ എഴുന്നേൽക്കണം, ദേഹശുദ്ധി വരുത്തണം, പരമാവധി നാമം ജപിക്കണം, ക്ഷേത്ര ദർശനം നടത്തണം, ഭഗവാന്റെ ഒരു കീർത്തനവും എന്തെങ്കിലുമൊക്കെ എപ്പോഴും നമ്മുടെ മനസ്സിലും ശരീരത്തിലും